താരസംഘടനയായ അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കനക്കുകയാണ്. നടിമാരുടെ മൊഴികൾ ഉപയോഗിച്ച് കുക്കു പരമേശ്വരൻ പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. നടിമാരായ പൊന്നമ്മ ബാബു, ഉഷ, പ്രിയങ്ക എന്നിവർക്ക് പുറമെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുക്കുവിനെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന. നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിലും ഇന്ന് ചിത്രം വ്യക്തമാകും. സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ അംഗീകരിക്കുമോ അതല്ലെങ്കിൽ തള്ളിക്കളയുമോ എന്ന ചോദ്യം കൂടിയാണ്. കാരണം സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തകർക്കെതിരെ, ഭാരവാഹികൾക്കെതിരെ രൂക്ഷമായ വിമർശനം സാന്ദ്ര തോമസ് ഉന്നയിച്ചു. അങ്ങനെ ഇന്ന് നിർമ്മാതാക്കളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായക നീക്കം പ്രതീക്ഷിക്കുന്നു. നവമി ചേരുന്നു. നവമി, ഈ സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വലിയ ആരോപണം ഉന്നയിച്ചതാണ്. കറുത്ത പർദ്ദയൊക്കെ ധരിച്ചുവെന്ന് സാന്ദ്ര നോമിനേഷൻ നൽകിയതാണ്. ഇന്ന് ഈ വിഷയത്തിൽ അന്തിമമായി നോമിനേഷൻ സ്വീകരിക്കുമോ എന്നതിലും അന്തിമ തീരുമാനം ഉണ്ടാകുമല്ലോ അല്ലേ? എന്ത് നമുക്ക് പ്രതീക്ഷിക്കണം? സാന്ദ്രയുടെ നോമിനേഷൻ സ്വീകരിക്കപ്പെടുമോ? ഇന്നാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. അതിനുശേഷം മാത്രമേ സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുമോ എന്നതിൽ നമുക്കൊരു അന്തിമ തീരുമാനം പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പത്രികയുടെ സൂക്ഷ്മ പരിശോധന കഴിയട്ടെ, അതിനുശേഷം വിശദമായിട്ടുള്ള കാരണം അറിയിക്കാം എന്നുള്ളൊരു മറുപടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത്. സാന്ദ്ര തോമസിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു വിഭാഗം നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നത്. അത് പല കാരണങ്ങളുണ്ട്. സാന്ദ്ര എപ്പോഴും തനിക്ക് നേരിടുന്ന അനീതികൾക്കെതിരെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ നിർമ്മാതാക്കൾക്കിടയിൽ പോലും വനിതാ നിർമ്മാതാക്കൾക്ക് എതിരായിട്ട് നടക്കുന്ന പല പരാമർശങ്ങൾക്കെതിരെയും, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും ഇത് ചർച്ച ചെയ്യാത്ത നിർമ്മാതാക്കളുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഈ സാന്ദ്ര തോമസിനോട് പല നിർമ്മാതാക്കളും പെരുമാറുകയും അത് പിന്നീട് കേസായി മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇവർക്കെതിരെ കുറ്റപത്രമൊക്കെ കോടതിയിൽ സമർപ്പിച്ചത് കൂടിയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന് സാന്ദ്ര തോമസിനെതിരെ ഒരു വിഭാഗം നിർമ്മാതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പലപ്പോഴും സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ചില നിർമ്മാതാക്കളുടെ പേരെടുത്ത് രൂക്ഷമായി വിമർശിക്കുന്നതും ഒക്കെ വലിയ അതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ സാന്ദ്ര തോമസിനെ സ്ഥാനാർത്ഥിയായി നിർത്തണ്ട എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. സാന്ദ്ര തോമസ് മത്സരിച്ചാൽ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് തന്നെ ഒരു വിഭാഗം ആളുകൾ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് സാന്ദ്ര തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു അന്തിമ തീരുമാനം പറയാൻ കഴിയുകയുള്ളൂ. എന്നാലും സാന്ദ്ര തോമസുമായി ബന്ധപ്പെടുമ്പോൾ ഇതിന്റെ നിലപാട് അറിയട്ടെ, സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതിന് ശേഷം തനിക്ക് പറയാനുള്ളത് കൂടി പറയാം എന്നാണ് സാന്ദ്ര തോമസ് പ്രതികരിച്ചിരിക്കുന്നത്. സജിത്, സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ സ്വീകരിക്കപ്പെടുമോ തള്ളുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. സാന്ദ്ര ഗുരുതരമായ ആരോപണം സംഘടനയ്ക്കെതിരെ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ സാന്ദ്രയുടെ നോമിനേഷൻ സ്വീകരിച്ച് മുന്നോട്ട് പോകുമോ അതല്ല മറ്റൊരു നീക്കമുണ്ടാകുമോ? സാന്ദ്ര തോമസിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. നവമി, ഒരു കാര്യം കൂടി, ഈ അമ്മ സംഘടനയിൽ മെമ്മറി കാർഡ് വിവാദം തുടരുകയാണല്ലോ. ഇന്നലെ പ്രിയങ്ക പരസ്യമായി മാധ്യമങ്ങളെ കണ്ടു. പൊന്നമ്മ ബാബുവിനും ഉഷയ്ക്കും തുടർച്ചയായിട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കുക്കു പരമേശ്വരൻ്റെ നോമിനേഷൻ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോവുകയാണ്. കുക്കു പരമേശ്വരൻ്റെ ഇക്കാര്യത്തിലെ നിലപാടെന്താണ്? ചില രാജി ഉണ്ടാകും എന്നും മറ്റുമുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. മെമ്മറി കാർഡ് വിവാദം അത് ഗുരുതര ആക്ഷേപമാണല്ലോ. കുക്കു പരമേശ്വരൻ ഈ സ്ഥാനത്ത്, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ പറയുന്നത്. ഇന്നലെ പ്രിയങ്കയെ പറയുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് താൻ പരാമർശം നടത്തുന്നില്ല, പകരം ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ്, അത് ഒരുപാട് സ്ത്രീകളുടെ ജീവിതമാണ്, ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായതാണ്, അതിലെ ആ യോഗത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ പിന്നീട് പുറത്തു നിന്നും പലരിൽ നിന്നും കേൾക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. ഇതിലൊരു നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഈ മെമ്മറി കാർഡ് എവിടെയാണ് എന്നത് കണ്ടെത്തണം. കുക്കു പരമേശ്വരൻ അത് ഹാജരാക്കണം. അത് കണ്ടില്ല, അല്ലെങ്കിൽ ഇത് മറ്റൊരാൾക്ക് കൈമാറി എന്ന് ലാഘവത്തോടെ പറയുന്നത് ശരിയല്ല. കാരണം ഒരു വിഭാഗത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള കുറച്ച് നടിമാരുടെ ദുരവസ്ഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണമെന്നാണ് പ്രിയങ്ക ഇന്നലെ ആവർത്തിച്ചത്. ഒപ്പം കുക്കു പരമേശ്വരൻ പറയുന്ന പല കാര്യങ്ങളെയും ഇവരെല്ലാവരും നിരസിക്കുന്നുണ്ട്. ഈ പൊന്നമ്മ ബാബു ആയിക്കോട്ടെ,
ഉഷ ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, പറയുന്നതെല്ലാം ഒരേ കാര്യമാണ്. ഈ കുക്കു പരമേശ്വരനാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്, അതിലെല്ലാവരും സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ക്യാമറ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പോലും അത് ചിലരെയൊക്കെ അറിയിക്കണ്ടേ, അല്ലെങ്കിൽ ഇതൊരു രേഖയായി തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കണ്ടേ എന്ന് പറഞ്ഞതെല്ലാം കുക്കു പരമേശ്വരനാണ്. പിന്നീട് ഒരു സാഹചര്യത്തിൽ ആ മെമ്മറി കാർഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്കിതൊന്നും അറിയില്ല, താൻ ഇതിൻ്റെ കയ്യിൽ ആ മെമ്മറി കാർഡ് ഇല്ല എന്ന് നിസ്സാരമായിട്ടുള്ള കുക്കു പരമേശ്വരൻ്റെ വാദത്തെ അതിനെ പൂർണ്ണമായും ഈ നടിമാരെല്ലാവരും തള്ളിക്കളയുന്നുണ്ട്. ഈ മെമ്മറി കാർഡ് കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആവശ്യം. മഞ്ജു പിള്ള അടക്കം ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല. അവരും ആ യോഗത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ പല താരങ്ങളും ഇതിലൊരു വിമുഖത കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അതൃപ്തിയുണ്ട്. ഇവരുടെ ഗ്രൂപ്പിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുകയാണ്. ശ്വേതാ മേനോനും ആ ഗ്രൂപ്പിലുണ്ടെന്ന് തന്നെയാണ് ഇന്നലെ പ്രിയങ്ക പറഞ്ഞത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ശ്വേതാ മേനോൻ പോലും ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുക്കു പരമേശ്വരൻ നേരിടുന്ന സാഹചര്യത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് പല താരങ്ങളും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പുരുഷ താരങ്ങൾ, ഈ അമ്മ സംഘടനയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ആരും ഇത് പ്രതികരിക്കാനേ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് അവരൊരു വേദിയിൽ പറയുന്നു, അത് റെക്കോർഡ് ചെയ്ത് പിന്നീട് അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റം എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് കടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ എന്തുകൊണ്ടാണ് സംഘടനയിലെ ആളുകൾ ഇതിൽ പ്രതികരിക്കാത്തതെന്ന ചോദ്യവും ഇവിടെ പ്രധാനമായും ഉയരുന്നുണ്ട്. കുക്കു പരമേശ്വരൻ ഇനി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം ആരോപണ വിധേയരായവർ മത്സരിക്കുന്നത് ശരിയല്ല എന്ന പൊതു നിലപാട് തന്നെയാണ് അമ്മ സംഘടനയിലുള്ളത്. ബാബുരാജിലും നമ്മളത് കണ്ടതാണ്. അവസാന നിമിഷം ബാബുരാജ് പത്രിക പിൻവലിച്ച് അത് ആരോപണ വിധേയനായതുകൊണ്ട് തന്നെയാണ്. സമാനമായ രീതിയിൽ തന്നെ കുക്കു പരമേശ്വരനും ഒരു ആരോപണം നേരിടുന്ന സാഹചര്യത്തിൽ അവരും മത്സരിക്കാൻ യോഗ്യതയില്ല, അവർ മത്സരിക്കരുത് എന്ന നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങളും എത്തി നിൽക്കുന്നത്. എന്തായാലും ഇനി കുക്കു പരമേശ്വരന്റെ പ്രതികരണമാണ് തേടേണ്ടത്. അവരെന്തായാലും പറയുന്നത് താൻ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ മനഃപൂർവ്വം തകർക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അറിവുകളൊന്നുമില്ല, താൻ നിരപരാധിയാണെന്നാണ് കുക്കു പരമേശ്വരൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ കുക്കു പരമേശ്വരനെതിരെ കൂടുതൽ വനിതാ താരങ്ങൾ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. യെസ്, എന്തായാലും കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട്. കാരണം മെമ്മറി കാർഡ് വിവാദം അതിശക്തമാണ്. ഇന്നലെ പൊന്നമ്പ ബാബു ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കുക്കു തുടരരുത്, കുക്കു അമ്മയെ നയിക്കാൻ എത്തരുത് എന്ന പൊതുവികാരം വനിതാ താരങ്ങൾക്കിടയിലടക്കം സജീവമാണ്. ഇത് തൻ്റെ അഭിപ്രായം മാത്രമല്ല, പലരുടെയും അഭിപ്രായവും അതുതന്നെ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നോമിനേഷൻ പിൻവലിക്കേണ്ട സമയം അവസാനിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗത്ത് കുക്കു പരമേശ്വരൻ തുടരും. പക്ഷേ ഈ ആരോപണം അത് ശക്തമാണ്. അത് കൂടുതൽ പേർ വീണ്ടും പരസ്യമാക്കിയാൽ പ്രതിസന്ധി രൂക്ഷമാകും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സർക്കാർ ഓഫീസിൽ മാധ്യമപ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലയാള മനോരമ ലേഖകൻ ആനാട് ശശിയാണ് മരിച്ചത്.